നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് ദില്ലിയിലെ പ്രത്യേക വിചാരണ കോടതി ഇന്ന് പരിഗണിക്കുന്നു. കുറ്റപത്രം അംഗീകരിക്കുന്നതിൽ അറോസ് അവന്യൂവിലെ പ്രത്യേക കോടതി തീരുമാനമെടുത്തു. കുറ്റപത്രത്തിന്മേൽ വാദം കേൾക്കുന്നതിലെ നടപടിക്രമവും കോടതി തീരുമാനിക്കും. 13 പ്രതികൾക്കെതിരെ CBI ഇന്നലെയാണ് കോടതിയിൽ കുറ്റപത്രം നൽകിയത്. CJP പ്രതിഷേധത്തിലെ ദില്ലി പോലീസിന്റെ ഡിജിറ്റൽ നിരീക്ഷണം ചോദ്യം ചെയ്ത് A. റഹീം MP നൽകിയ ഹർജിയും ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. അതിൽ പലോട് തുടരുന്നുണ്ട്. അതിൽ ഈ പ്രതിഷേധം CJPയുടെ ഒരു പ്രതിഷേധം അതിന് പിന്നാലെയാണ് ഈ കേസ് നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ കോടതിയിൽ എത്തുന്നത്. എന്തായാലും ഇന്നിപ്പോൾ എപ്പോഴായിരിക്കും കോടതി പരിഗണിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ്, അതിവേഗ കോടതിയാണ് ഇക്കാര്യം പരിഗണിക്കുന്നത്. 13 പ്രതികൾക്കെതിരെയാണ് ഇന്നലെ കോടതി CBI ഫയൽ ചെയ്തത്, കുറ്റപത്രം ഫയൽ ചെയ്തത്. ഇതിൽ NTA പാനൽ അംഗങ്ങളായ വിഷയ വിദഗ്ധർ ചോദ്യങ്ങൾ ചോർത്തിയത് മുതൽ കോച്ചിംഗ് കേന്ദ്രങ്ങളുടെ ഉടമകളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ചോദ്യങ്ങൾ എത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറ്റപത്രമാണ്. 20,000-ലധികം പേജുള്ള കുറ്റപത്രമാണ് CBI നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 13 പ്രതികളുണ്ട്. ഏതായാലും അതിവേഗത്തിൽ വിചാരണ പൂർത്തിയാക്കുക എന്ന് കേന്ദ്ര സർക്കാർ നയമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വിചാരണ തുടങ്ങുകയാണ്. കുറ്റപത്രം അംഗീകരിക്കുന്നതിലാണ് ഇന്ന് റോസ് അവന്യൂവിലെ പ്രത്യേക കോടതി തീരുമാനം എടുക്കുന്നത്. കുറ്റപത്രത്തിൽ വിശദമായ വിവരങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചില വിഷയവിദഗ്ധർ മനഃപ്പാടമാക്കി പുറത്തു വന്നതൊരു ചെറിയ പേപ്പറിൽ എഴുതിയെടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. ചിലരാകട്ടെ റഫ് പേപ്പറായി തങ്ങൾക്ക് പരീക്ഷ ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ ലഭിച്ച പേപ്പറിൽ ഈ ചോദ്യങ്ങൾ ചെറുതായി എഴുതിയെടുത്ത് പുറത്തു കൊണ്ടുപോയി വാട്സപ്പ് വഴി പ്രചരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പല തരത്തിലുള്ള രീതികളാണ് ചോദ്യം ചോർത്താനായി ഈ വിഷയവിദഗ്ധർ നടത്തിയത് എന്ന് കുറ്റപത്രത്തിലുണ്ടായിരുന്നു. ഏതായാലും കുറ്റപത്രം അംഗീകരിക്കുന്നതിനുള്ള നടപടിയാണ് ഇന്ന് വരേണ്ടത്. വളരെ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കാനുള്ള നീക്കങ്ങളും നടപടികളുമാണ് പുരോഗമിക്കുന്നത്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.